ഒരു മൃഗത്തെ ഒരു നാട് മുഴുവൻ ചേർന്ന് യാത്ര ചെയ്യിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പ്രിയ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇവിടെയല്ല, ദക്ഷിണ കൊറിയയിലാണ്. അവിടെ ഒരു മൃഗശാലയിലേക്കാണ് ഇന്ന് ആളുകളുടെ ഇങ്ങനെ ഒഴുക്കാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു യാത്രയപ്പ് പാർട്ടിയാണ്. അത് അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഫുബാവോ എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന പാണ്ഡയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ ജനിച്ച ഫുബാവോ പക്ഷേ ചൈനയിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ആ പാണ്ഡയ്ക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പാണ് ആ നാട്ടുകാർ ഒന്നടങ്കം നൽകിയത്. സ്നേഹ മോൾ നയനാനുണ്ട്. സ്നേഹയിലെ കുട്ടികളൊക്കെ എഴുതി വയ്ക്കുന്നു. ആ പാണ്ഡയോടുള്ള സ്നേഹം ചുവരുകളിൽ പതിയുന്നു. ആളുകളെല്ലാം വന്നിങ്ങനെ കാഴ്ചക്കാരായി നിന്ന് യാത്ര അയക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ പാണ്ഡ നയതന്ത്രം അത് ഇങ്ങനെ അവിടെ ജനിച്ചിട്ട് പോലും അതിന് ചൈനയിലേക്ക് പോകേണ്ടി വന്നത്? നാട്ടുകാർ എത്രത്തോളം സങ്കടത്തോടെയാണ് ആ യാത്രയപ്പ് നടത്തിയത്? ദിവിഷ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായൊരു നിമിഷമാണ് യാത്രയപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മൾ സ്നേഹിച്ച് വളർത്തിയ മൃഗങ്ങളാവട്ടെ, വെള്ളം ഒഴിച്ച് വളർത്തിയ ചെടിയാവട്ടെ, അവയുടെ അസാന്നിധ്യം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ഒരു കാര്യമാണ്. അത്തരത്തിലൊരു അതിവൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ സൗത്ത് കൊറിയ എന്നുള്ള ഒരു രാജ്യം മൊത്തം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫുബാവോ എന്ന് പറയുന്ന ഒരു പാണ്ഡ. ഫുബാവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അമൂല്യ നിധി എന്നാണ്. ആ പേരാണ് സൗത്ത് കൊറിയ ഈ പാണ്ഡയ്ക്ക് നൽകിയിരിക്കുന്നത്. ഫുബാവോൻ്റെ ജന്മനാടായ ചൈനയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഫുബാവോ എങ്ങനെ സൗത്ത് കൊറിയയിൽ എത്തി എന്നുള്ളതിന് ചില നയതന്ത്രപരമായ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. അതായത് ഈ പാണ്ഡ എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗത്തിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ പാണ്ഡ കുറവായ രാജ്യങ്ങളിലേക്ക് പാണ്ഡ അധികമുള്ള രാജ്യമായ ചൈന എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവിടെ റിപ്രൊഡക്ഷൻ നടക്കുന്നു. അങ്ങനെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമീബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചീറ്റയെ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. അത്തരത്തിൽ ഈ നയതന്ത്ര ബന്ധമനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് 4 വയസ്സാകുമ്പോൾ ഈ പാണ്ഡയെ ചൈനയിലേക്ക് തിരിച്ചു വിളിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഫുബാവോയ്ക്ക് 4 വയസ്സായിരിക്കുകയാണ്. ചൈനയിലേക്ക് തിരിച്ചു പോകാനായിട്ട് സമയമായിരിക്കുകയാണ്. ഇനി യാത്രയപ്പിൻ്റെ രംഗങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാം, ഒരു 31 വയസ്സായ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഞാൻ അത്രമാത്രം മെൻ്റലി ഡിപ്രസ്ഡ് ആയ സ്റ്റേജിലേക്ക്, മാനസിക വിഷമങ്ങൾ അനുഭവിച്ച സമയത്തിലേക്ക് ഞാൻ ദിവസവും വരും, ഫുബാവോൻ്റെ അടുത്ത് വരും, ഫുബാവോനെ കാണും. അങ്ങനെ ദിവസവും ഞാൻ ഫുബാവോനെ കണ്ടുകൊണ്ടാണ് എൻ്റെ മാനസിക വിഷമങ്ങളൊക്കെ ഇല്ലാതായത് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയാണ്. നമുക്കറിയാം, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കാത്തുനിന്ന് 4 മണിക്കൂറോളം കാത്തുനിന്നാണ് അവസാനമായിട്ട് ഫുബാവോനെ കാണാനായിട്ട് അവിടെ നിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാം സൗത്ത് കൊറിയയ്ക്ക് ആരായിരുന്നു, എന്തായിരുന്നു ഫുബാവോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് മനസ്സിലാവും. വ്യക്തിപരമായി ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഞാനും ഒരു പാണ്ഡ ഫാനാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മൃഗമാണ്. മാത്രമല്ല വളരെ കുസൃതി നിറഞ്ഞൊരു മൃഗവും കൂടിയാണ്. നമ്മളൊക്കെ വീട്ടിൽ വളർത്തിയിട്ടുള്ള വളർത്തുമൃഗങ്ങൾ, പൂച്ചയാകട്ടെ, പട്ടിയാകട്ടെ, അല്ലേ, മുയലോ തത്തയൊക്കെ, അതൊക്കെ ഇതേപോലെ ഇങ്ങനെ അകന്നു പോയാൽ വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്നേഹവുമില്ലാത്ത കരാറായിപ്പോയി